സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് കറിയാണ്. കുറിയ ചാറോട് കൂടിയുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ അരമണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ബീഫിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി നമുക്കെടുക്കാം. മിക്സാക്കിയ ഈ ബീഫിൻ്റെ കൂട്ടിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നമ്മൾ വെള്ളം വാലാൻ വെച്ച് വെള്ളമെല്ലാം പോയതാണ്. കുക്കറിൻ്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു 3 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ലിഡ് കൊണ്ട് അടച്ച് ഒരു 6 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. അധികം മൂത്ത് പോകാത്ത ബീഫ് ആയതുകൊണ്ട് ഞാൻ 6 വിസിലടിച്ചപ്പം സ്റ്റവ് ഓഫ് ചെയ്തേ. അല്ലെങ്കിൽ ഒരു 8-9 വിസിലടിക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. കാരണം ഇങ്ങനത്തെ നാടൻ ബീഫ് കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് അത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നതിന് വേണ്ടിയാണ്. സവാളയുടെ കൂട്ടത്തിൽ ചേർത്ത് കഴിയുമ്പോൾ അത് അത്ര മൂത്ത് വരത്തില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണേ. അതിനുശേഷം അതിലേക്ക് 2-3 വറ്റൽമുളക് നെടുകെ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ ചെറുതായിട്ട് സ്ലൈസ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബീഫ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് വരാം. സവാള നല്ല ഗോൾഡൻ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രമേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഇപ്പോൾ ഏകദേശം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് അത്യാവശ്യം എരിവുള്ളതാണ്. പിന്നീട് 3 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ കുരുമുളക് പൊടിയും 3/4 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയിൽ പെരുംജീരകം ചേർക്കാത്തവരാണെങ്കിൽ അത് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കണേ. ഇത് ഞാൻ എല്ലാം കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഒന്ന് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കാം. ബീഫ് പല രീതിയിൽ നമ്മൾ കറി വെക്കാറുണ്ടല്ലോ. ഇത് കുറച്ച് ചാറോടുകൂടി അപ്പത്തിനും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കറിയാണ്. തേങ്ങാക്കൊത്തും മസാലകളും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു കറിയാണ് ഇത്. ഈ സവാള നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം പോരെങ്കിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിന് വെള്ളം കുറവാണ്. ഞാൻ സ്റ്റൗവിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കും. പച്ചവെള്ളമൊന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കരുതേ.
ചാറ് വേണ്ടാത്തവരാണെങ്കിൽ ഈ രീതിയിൽ അങ്ങ് എടുത്താൽ മതി. ഒന്ന് തിളപ്പിച്ചിട്ട് മിക്സാക്കി തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ച് ചാറ് വേണ്ടിയവരാണെങ്കിൽ വെള്ളം ചൂടാക്കി തന്നെ ചേർത്ത് നീട്ടിയെടുക്കണം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചൂടാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി തിളയ്ക്കാനായിട്ട് ലിഡ് കൊണ്ട് അടച്ചു വെക്കണം. ഒരു 3-4 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ലിഡ് മാറ്റി നോക്കാം. ഇപ്പോൾ ഒരാവശ്യത്തിന് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യത്തിന് ചാറുണ്ട് താനും. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ബീഫ് കറിയുടെ നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ബീഫ് കറിക്ക്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കസ്തൂരി മേത്തി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുക്കണമെന്ന്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം. നമ്മൾ സ്റ്റൗ ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല, സിമ്മിൽ കത്തുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കിയിട്ട് ലിഡ് കൊണ്ട് അടച്ച് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്കും ബീഫിലേക്ക് എരിവും ഉപ്പും മസാലകളും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ബീഫിനും ചാറിനുമെല്ലാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. 10 മിനിറ്റിന് ശേഷം ലിഡ് മാറ്റി നമ്മൾ കറി നോക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ആവശ്യമായ രീതിയിൽ കുറുകി വന്ന അടിപൊളി കറിയായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ, ചെറിയൊരു ചാറോട് കൂടിയ നല്ലൊരു അടിപൊളി കറിയാണിത്. നിങ്ങൾ ഈ രീതിയിലല്ല വെക്കുന്നെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കണേ. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനിയും മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ.